മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. അത്യാധുനിക മെഡിക്കൽ ലാബോറട്ടറി, ECG, ഒബ്സർവേഷൻ യൂണിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുള്ള ഇവിടെ വിദഗ്ധരായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി NDA. സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മുഖാരിക്കുന്നത്ത് BJP ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവേശം പകർന്ന് NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുഖാരിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിന് സമീപം ഇന്ന് രാവിലെ 9:30 നടന്ന ചടങ്ങിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഭിമാനകരമായിട്ടുള്ള നേട്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് സമ്മാനിക്കുന്നത് ഈ ചേലക്കര മണ്ഡലമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും സാധാരണക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അണിനിരത്തിക്കൊണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് PK മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, സംസ്ഥാന സമിതി അംഗം IN രാജേഷ്, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ TC പ്രകാശൻ, MA രാജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് നമ്പിയത്ത്, പ്രഭാകരൻ മാഞ്ചാടി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓഫീസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇന്ന് ആയിട്ടുള്ളെങ്കിലും കഴിഞ്ഞ 1.5 മാസമായി ഇവിടെ നമ്മുടെ മണ്ഡലം ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയൊരു ടീം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, വളരെ ചിട്ടയായ പ്രവർത്തനം നമ്മൾ ബൂത്തുകളിൽ നടത്തി, പഞ്ചായത്തുകളിൽ നടത്തി, ശക്തി കേന്ദ്ര തലത്തിൽ നടത്തി, അങ്ങനെ ഓരോ ഘടകങ്ങളെയും സംഘടിപ്പിച്ച് അതിന് സംയോജകന്മാരെ നിശ്ചയിച്ച് പഞ്ചായത്തിന് ഇൻചാർജർമാരെ നിശ്ചയിച്ച് അങ്ങനെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് PK കൃഷ്ണദാസേട്ടനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ PK കൃഷ്ണദാസേട്ടൻ ഒരു കാര്യം പറഞ്ഞു. അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് തുറന്നത്. ചേലക്കര മണ്ഡലത്തിൽ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് ആര് എന്നൊക്കെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണ്. മാത്രമല്ല, ഇടതുപക്ഷത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നം കഴിഞ്ഞ കാലങ്ങളിൽ അവർ നേരിടാത്ത വലിയ പ്രശ്നമാണ്. ഇതെല്ലാം നമുക്ക് ഈ മണ്ഡലത്തിൽ ഗുണകരമായി മാറ്റാൻ സാധിക്കും. അത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അതിനുവേണ്ടി എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ, ചുരുങ്ങിയ ദിവസങ്ങളിൽ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക്. CCV ന്യൂസ്, ചേലക്കര.